ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ല വീഡിയോ, നാളെയാണ് കേട്ടോ വീഡിയോ. അല്ല, നാളെയാണ് ഒരു ഫംഗ്ഷൻ ഉള്ളത്. പ്രത്യേകിച്ച് ഒന്നല്ല, നമ്മുടെ ഉണ്ണിയുടെ 28 കേട്ടോ. അപ്പോൾ 28 വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയുടെ നെയിം ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നെയിം റിവീലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മ്യൂസ് ഭയങ്കര വാശി പിടിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് നോക്കണ്ട, പിള്ളേരാകുമ്പോൾ കരയും. നെയിം റിവീലിംഗ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോലൂർപ്പടിയുള്ള, ഞാനല്ല കേട്ടോ, ചേട്ടൻ ചോലൂർപ്പടിയുള്ള ഒരു ഡെക്കറേഷൻ്റെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് നെയിമിങ്ങിൻ്റെ സംഭവങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കിപ്പോൾ സമയം 4:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് മോർണിംഗ് ആണ് പരിപാടി, അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ സെറ്റ് ചെയ്യാമല്ലോ. ഇന്ന് സെറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പം യൂസ് വീഡിയോ ഉള്ള കാരണം ചിലപ്പോൾ അത് വലിച്ച് ഇതൊക്കെ ആക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരെത്തി കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുത്തത് കറക്റ്റായിട്ട് തന്നെയാണ് ആൾ വന്നത് കേട്ടോ. സാധാരണ കറങ്ങി തിരിഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരാറ്. എന്തോ ഭാഗ്യത്തിന് കറങ്ങി തിരിയാനൊന്നും നിന്നില്ല, കറക്റ്റായിട്ട് തന്നെ ആൾ വന്നു. ഈ ചേട്ടൻ നമുക്ക് അറിയണത് തന്നെയാണ് കേട്ടോ, ചോലൂർപ്പടി ഉള്ളത് തന്നെയാണ്. എൻ്റെ 7th മന്ത് സെറിമണി ചെയ്തത്, ഡെക്കറേഷൻ ചെയ്തത് ഈ ചേട്ടൻ തന്നെയാണ്. ഇപ്പം ഞാൻ വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ചേട്ടൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇത് വരുന്നത് ഇത്തിരി ലോങ് ആണ്, കോടന്നൂരാണ്. അപ്പോൾ പിന്നെ ഇത്തിരി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പേരുള്ളൂ, ഒരു 10 പേര് അടങ്ങുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞ റേറ്റ് ഇത്തിരി കൂടുതലാണ്. റേറ്റ് കൂടുതലെന്നല്ല, അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിവിടെ അടുത്ത് എവിടെയെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ എന്താ പറയുക, ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ അടുത്ത് പറയാം. അങ്ങനെയാണ് ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. കറക്റ്റായിട്ട് ആൾ ഞാനിങ്ങനെ ഓരോ ഡിസൈൻ അയച്ചു കൊടുത്തു. ഈ ഒരു മീൻസ് ഉണ്ണിയുടെ കുറേ ഡിസൈൻസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ എന്തോ, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയുടെ പേര് ടൈപ്പ് ചെയ്തതും ഞാൻ ഇത് വേണ്ട, വേറെ രീതിയിൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സംഭവം എന്തായാലും സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വൈറ്റ് തെർമാക്കോളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ വൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ അതൊരു രസം കിട്ടില്ല, ഒരു കുമ്മ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് ഇടയിൽ കുറച്ച് മറ്റേ കളർ ബോൾസ് നമുക്ക് വേണമെങ്കിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ തൊട്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ മുന്നേ തൊട്ട് തന്നെ അവരുടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ലാസ്റ്റ് മൊമെന്റിലാണ് കേട്ടോ ഞാൻ ഓരോ ദിവസം വേറെ സംഭവങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേറെ ഡിസൈനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് നാളെ കാണാം. അപ്പൊ ഇത് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിയുടെ ക്രാവ് കൂടിയുള്ള കാരണം നമുക്ക് ചിലപ്പോൾ അത് അവിടെ ചിലപ്പോൾ എങ്ങാനും വലിക്കുക അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൾ എന്തെങ്കിലും വലിക്കുക കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താല് അത് ചിലപ്പോൾ ഈ സംഭവം ഫുള്ള് ഇങ്ങോട്ട് പോരും. അപ്പൊ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നാളെ ഇത് കാണാം. അപ്പൊ നാളെ നമ്മുടെ ഉണ്ണിയുടെ നെയിം റിവീലിംഗ് നമുക്ക് നാളെ ആയിരിക്കും. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡെക്കറേഷൻ എന്തായാലും മോർണിംഗ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് മനസ്സിലായത്, ചേച്ചി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് മോർണിംഗ് പോവും, 7:30 ആകുമ്പോൾ പോവും. അതുകൊണ്ട് നമുക്ക് 7:30 ഞാൻ എണീക്കുമോ, അല്ലെങ്കിൽ ചേച്ചി എന്തായാലും എണീറ്റ് പോവും, ഞാൻ എണീക്കുമോ എന്നുള്ളതിൽ ഒരു ഇതില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത് മുകളിൽ കയറിയിട്ട് ഒട്ടിക്കുക, ഇത് ഒട്ടിക്കുക അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നൈറ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിത് എന്താ പറയുക, ഡെക്കറേഷൻസ് ഞാൻ ആദ്യം ആ ലവ് മാത്രം വെക്കാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്യേണ്ട. കാരണം നമ്മൾ ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്, അധികം പേരൊന്നും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് നെയിം റിവീൽ ചെയ്യണം. കാരണം ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കും എൻ്റെ ചേട്ടനും മാത്രമുള്ള, ഹസ്ബൻഡിന് മാത്രമേ ഈ ഒരു എന്താ പറയുക അറിയുള്ളൂ, വേറെ ഒരാൾക്കും അറിയില്ല. ചേട്ടൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ ഒരാൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ നവംബർ 16 ആയിട്ടോ. മോർണിംഗ് നമ്മുടെ ചെക്കൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. നേരത്തെ എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിച്ചിട്ടോ അതിനൊന്നല്ല, അവൻ്റെ കറക്റ്റ് ടൈം 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്ക് എടുക്കണതാണ്. പിന്നെ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവൻ്റെ 28 അല്ലെങ്കിൽ ഇവൻ്റെ 28 ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. ഇവൻ ജനിച്ച സമയത്ത് അല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ജനിച്ച് കഴിഞ്ഞിട്ട് ഒരു 20-ാം തീയതി കഴിഞ്ഞ് ഒരു 25 അല്ലെങ്കിൽ ഒരു 28-ാം തീയതി 28-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് എനിക്ക്, അല്ലെങ്കിൽ 28, 30 ആയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. എന്താ പറയുക, എൻ്റെ ചേട്ടൻ മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആളുടെ ഉണ്ണിയുടെ 28 വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഉണ്ണിയും ആളുടെ ഉണ്ണിയും തമ്മിൽ 20 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ആൾ വന്നതുകൊണ്ട് എന്തായാലും എൻ്റെ ചേട്ടനും വരും, ഉണ്ണിയുടെ 28-ന് വരും. അങ്ങനെ കുറേ ആഗ്രഹിച്ചിരുന്നു. കുറേ മൊമെൻറ്റ്സ് ഞാൻ എന്താ പറയുക ക്യാപ്ചർ ചെയ്യാം എന്ന് കുറേ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു 28, ഇവൻ്റെ 28. ആളെന്തായാലും വന്നതുകൊണ്ട് എന്തായാലും എൻ്റെ ചേട്ടൻ വരും, ഉറപ്പാണ്, അതിലൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ നവംബർ 16-ാം തീയതി. നമുക്ക് ഭാഗ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ചേട്ടന് ലീവ് കിട്ടിയില്ല. ചേട്ടൻ്റെ ഷോപ്പിൽ ഉള്ളൊരു ആൾ റിസൈൻ ചെയ്ത് പോയി. അതുകൊണ്ട് ആളില്ലാത്തത് കൊണ്ട് ചേട്ടന് ലീവ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കായാലും ചേട്ടനായാലും ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പോൾ സർപ്രൈസായിട്ട് വരും, വെറുതെ പറയണതായിരിക്കും, വേറെ ഒരാളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, എവിടെ മറ്റേ ഷോപ്പിൽ വേറെ ഒരാളെ സെറ്റ് ചെയ്തിട്ട് ആൾ സർപ്രൈസായിട്ട് 15-ാം തീയതി എങ്ങാനും വരുമായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷെ എന്തോ നമുക്ക് ഭാഗ്യമില്ല ഗൈസ്. കുറേ പേര് കമൻറ്റിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് വരുന്നില്ലേ. അതുപോലെ തന്നെ ഡെലിവറി വീഡിയോ ഇടുന്നേക്കാൾ മുന്നേ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുന്നില്ല, ചേട്ടൻ ലീവ് കിട്ടിയില്ല കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നൻ്റെ 28 നൻ്റെ 28 റെഡി ആവണ്ടേ നമുക്ക്? അങ്ങനെ ഞാൻ എണീറ്റു. ഇനി നേരെ ഫ്രഷ് ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക ഫേസ് വാഷ് ഇടണം, പിന്നെ ചെറിയൊരു ഒരു ഡൾനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഇനി. അങ്ങനെ എൻ്റെ മ്യൂസിൻ്റെ ഒക്കെ കുളി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം മ്യൂസിനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല അവളുടെ അമ്മയില്ല, ചേച്ചി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. കാരണം അമ്മയ്ക്ക് വേറെ അവിടെ അപ്പുറത്ത് കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി അതിൻ്റെ ഇടയിൽ എൻ്റെ ചെക്കൻ അവിടെ കിടന്നിട്ട് വാശിയും കാര്യങ്ങളൊക്കെ പിടിക്കേണ്ട. അപ്പോൾ ഇവളുടെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം അവനെ പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റെഡിയാവാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടുകാരെത്തി. അപ്പോൾ അവർ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചരട്, അതുപോലെ തന്നെ കൺമഷി, ഷർട്ട്, ഉണ്ണിക്കുള്ള മാല, പിന്നെ കരിവള, പിന്നെ ഐബ്രോ പെൻസിൽ, എന്താ പറയുക പൗഡർ കാര്യങ്ങളൊക്കെ, പൗഡർ ചെപ്പ് ഇട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ണിക്ക് മുണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് മറ്റേ നമ്മൾ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കൊള്ളണില്ലേ?
അമ്മമ്മടെ സൗണ്ട് ഉണ്ടാക്ക്, അതുണ്ടാക്ക്. അതന്നെ അത് വേണ്ടി തരാട്ടോ അമ്മ.